ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഉപ്പും മുളകും ലൈറ്റ് എന്നുള്ള ചാനലിലുള്ള അവരുടെ രണ്ടാമത്തെ പെൺകുട്ടി ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച് വെച്ച വ്യക്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്നലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 ദിവസമായിട്ട് അത്യാവശ്യം നല്ല വൈറലായിട്ട് തന്നെ ഈ ഒരു ന്യൂസ് യൂട്യൂബിൽ എല്ലാ യൂട്യൂബേഴ്സ് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പം കുറേ എന്താ പറയുക 1 lakh സബിൻ്റെ മേലേക്കുള്ള ചാനൽസൊക്കെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. റിയാക്ടിങ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് തമ്പനെയിൽസോ ഫോട്ടോസൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പം ഇവരുടെയൊക്കെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും എന്തോ ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആഘോഷമാക്കിയിട്ട്. കാരണം ആ കുട്ടി അവരുടെ ആദ്യത്തെ മോളും ഇങ്ങനെ ഒളിച്ചോടിയിട്ടാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ മകളും സെയിം ആ ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ച്, പക്ഷേ കല്യാണം ഉറപ്പിച്ച് വെച്ച ആളെ കൂടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. പക്ഷേ അതിങ്ങോട്ട് ആ ഒരു ന്യൂസ് സ്പ്രെഡ് ആവൽ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം റീച്ചുള്ള ചാനലൊക്കെ ഈ ഒരു തമ്പനയിലും ഇത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര റീച്ചിന് വേണ്ടിയിട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഫാമിലി മാറ്റേഴ്സ് എടുത്തുങ്ങാണ്ട് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം നമുക്കിപ്പോൾ ഈ ഒളിച്ചോട്ടെന്ന് പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. നമ്മൾ മറ്റുള്ള ആൾക്കാരെ കളിയാക്കുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ അത് നമ്മളെ ഫാമിലിയിൽ ആർക്കെങ്കിലൊക്കെ അത് സംഭവിക്കുക. കാരണം ഒന്നും ആർക്കും സ്വന്തമൊന്നുമല്ല, എല്ലാവർക്കും എന്താ പറയുക, നമ്മളൊരാളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് നമുക്ക് എന്താ പറയുക കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്തായാലും നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ ഇവരൊക്കെ ആ ഒരു തമ്പനയിലും പിന്നെ ഇവരെ പറയുന്നത് കേട്ടാൽ വിചാരിക്കും നമ്മൾ ഈ ഫാമിലി കാര്യമായിട്ട് എന്തോ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്തിട്ടാണ് എല്ലാവരും കൂടി ഇവരെ ഇങ്ങനെ കടന്നാക്രമിക്കണമെന്ന് തോന്നിപ്പോൾ. നിങ്ങൾ ഒരു സെക്കൻഡ് എന്താ ചിന്തിക്കുന്നത്, ആ വീട്ടിലൊരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവരുടെ ആദ്യത്തെ മകൾ അങ്ങനെ പോയതാണ്. രണ്ടാമത്തെ മകൾ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്രമാത്രം ഭയങ്കര എന്താ പറയുക ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസങ്ങളായിരിക്കും ഈ ഒരു 2 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ആൾക്കാരറിയും, പിന്നെ ആൾക്കാർ ആ ഒരു ചോദ്യം, പിന്നെ പ്രത്യേകിച്ചൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ആ ചാനലിൽ എന്തെങ്കിലും ഒന്ന് നമ്മളെ എന്താ പറയുക നമ്മൾ ആരെങ്കിലും ചെയ്യാത്തൊരു സംഗതി നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൾക്കാർ പറയാതെ അങ്ങനെ ചെയ്തിട്ടാണ് പോയത് എന്നാണ് പറയുക. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ അവർക്കൊരു പിന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, മേക്കപ്പ് സ്റ്റുഡിയോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ നല്ല എന്താ പറയുക ഇടയ്ക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പം എന്താ പറയുക എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര അലക്കാന്ന് പറയില്ല നമ്മൾ. എന്തിനാണ് നമ്മളത് ചെയ്യേണ്ട ആവശ്യം? കാരണം നമ്മുടെ കുടുംബത്തിൽ ആർക്കെ സംഭവിച്ചാൽ നമ്മളിങ്ങനെ ചെയ്യും. നമ്മളെന്താക്കും, അത് പരമാവധി ആരും അറിയാതെ നമ്മൾ സീക്രട്ടായിട്ട് വെക്കല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഒരാളെങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത്?